ഹായ് എവരിവൺ, വെൽക്കം ടു ടൂഡേയ്സ് വീഡിയോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക്സിനെ കുറിച്ചാണ്, അതും ബിഗിനേഴ്സിന് വേണ്ടി. നിങ്ങൾ ഇൻവെസ്റ്റിങ്ങിനെ പറ്റി ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ, തുടക്കക്കാരാണ് എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾക്കും ഇൻവെസ്റ്റിങ്ങിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കാം, വ്യക്തമായി മനസ്സിലാക്കാം. സോ അധികം ബോറടിപ്പിക്കാതെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണല്ലേ? എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് ആളുകൾ കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നത്. നിങ്ങൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുമ്പോൾ ആ കമ്പനിയുടെ ചെറിയൊരു ഭാഗത്തിന്റെ ഉടമ നിങ്ങളാകുന്നു. അത് ഒരു വലിയൊരു ബിസിനസിന്റെ ചെറിയൊരു ഭാഗം സ്വന്തമാക്കുന്നത് പോലെയാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയറിന്റെ ഒരു ചെറിയൊരു ഭാഗം അത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കമ്പനിയുടെ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ സ്വന്തമാക്കുന്നു എന്നതുപോലെ. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, എന്തിനാണ് ഈ കമ്പനികൾ അവരുടെ ഷെയറുകൾ വിറ്റഴിക്കുന്നത്? അതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കമ്പനികൾ അവരുടെ ബിസിനസ്സിനെ വളർത്താനും പുതിയ പ്രോജക്ട്സുകൾ സ്റ്റാർട്ട് ചെയ്യാനും തങ്ങൾ തീർക്കാനുമുള്ള പണം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി അവരുടെ കമ്പനികളുടെ ഷെയർ വിറ്റഴിക്കുന്നു. ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നുള്ളൊരു ചോദ്യമായിരിക്കും, നമുക്കിതിൽ നിന്ന് എങ്ങനെയായിരിക്കും ലാഭം കിട്ടുന്നതെന്ന്. നമുക്കിതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ രണ്ട് രീതികളുണ്ട്. നമുക്ക് രണ്ട് മാർഗത്തിലൂടെ മാത്രമല്ല നമുക്ക് ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് പണം ലഭിക്കുന്നത്. അല്ലാതെയും ഒരുപാട് വഴികളുണ്ട്. സോ തൽക്കാലം രണ്ട് വഴികൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തേതെന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ച് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഷെയറിൻ്റെ വില ഉയരുമ്പോൾ അത് വിൽക്കുക. അങ്ങനെ അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം കിട്ടും. രണ്ടാമത്തെ മാർഗം എന്തെന്ന് വെച്ചാൽ ഡിവിഡൻഡ് ആണ്. അതായത് കമ്പനി തൻ്റെ ലാഭത്തിൻ്റെ ഒരു ഭാഗം ഷെയർ ഹോൾഡർമാർക്ക് നൽകുന്നു എന്നത്. എല്ലാ കമ്പനികളും ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഇത് കണക്ക് കൊടുക്കുന്നില്ല. വളരെ കുറച്ച് കമ്പനികൾ മാത്രമേ ഇത് കണക്ക് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് നല്ല റിട്ടേൺസ് മാത്രമല്ല, നമുക്ക് നല്ല റിസ്ക്കും ഇതിലുണ്ട്. നിങ്ങൾ ഓർക്കേണ്ടത്, ഷെയറിൻ്റെ പ്രൈസ് ഒരു അപ്പ് ആൻഡ് ഡൗണിലായിരിക്കും എപ്പോഴും മാർക്കറ്റിൽ മുന്നോട്ട് പോകുന്നത്. കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യാത്ത പക്ഷവും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മൂല്യം കുറഞ്ഞെന്നും വരും. സോ നിങ്ങൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റി നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ഇൻവെസ്റ്റിംഗ് ചെയ്യുക. ഫൈനൽ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ചെറുതായി സ്റ്റാർട്ട് ചെയ്യുക, നന്നായി മനസ്സിലാക്കുക, പഠിക്കുക, ബുദ്ധിപരമായി ഇൻവെസ്റ്റ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് എളുപ്പത്തിൽ പണം നേടാനുള്ള വഴിയല്ല, അതൊരു യാത്രയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഫൈനാൻഷ്യൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.